ഇവിടെ നമ്മുടെ ഹീറോയിൻ 5000 രൂപയുടെ ഒരു ഷർട്ട് എടുത്ത് നമ്മുടെ ഹീറോയിന്റെ അടുത്ത് അത് ട്രൈ ചെയ്ത് നോക്കാൻ പറയുന്നു. എന്നാൽ അതിന്റെ വില കണ്ടതും അവനത് വേണ്ട എന്ന് പറഞ്ഞു. കൂടാതെ അവൾ കാണാതെ മാറി നിന്ന് 1000 രൂപയുടെ ഷർട്ടുകൾ വെച്ചിരിക്കുന്ന ഭാഗത്തേക്ക് ചെന്ന് അതിന്റെ ടാഗ് പറിച്ച് 5000 രൂപയുടെ ആ ഷർട്ടിൽ ഒട്ടിക്കാൻ നോക്കുന്നു. എന്നാൽ ഇത് കണ്ടവിടുത്തെ സെയിൽസ് ഗേൾ അവനെ നോക്കി പേടിപ്പിച്ചതും അവനത് താഴെ വെച്ചു. കാരണം അവൻ വളരെ പാവപ്പെട്ട ഒരു പയ്യനാണെങ്കിലും അവന്റെ കാമുകി ഒരു വലിയ പണക്കാരിയാണ്. എന്നാൽ മകളുടെ ഇഷ്ടം അറിഞ്ഞ് അവളുടെ അച്ഛൻ ഇപ്പോൾ അവളുടെ ബോയ്ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്നു. എന്നാൽ അവന്റെ വീട് കണ്ടപ്പോൾ തന്നെ അച്ഛന്റെ ബോധം പോയി. മകളുടെ നിർബന്ധം കാരണം വേറെ വഴിയില്ലാതെ അയാൾ അകത്തേക്ക് ചെന്ന് അവളുടെ കാമുകന്റെ കോലം കൂടി കണ്ട് ആകെ ഷോക്കാകുന്നു. ഇവനാണോ തന്റെ മകളുടെ ബോയ്ഫ്രണ്ട് എന്ന് കരുതി പുച്ഛത്തോടെ അയാൾ ആ വീട് മുഴുവൻ ചെക്ക് ചെയ്യുന്നു. മേലെ എന്താ ഫാന് കറങ്ങാത്തതെന്ന് അയാൾ ഇപ്പോൾ ചോദിച്ചതും അവന്റെ കൂട്ടുകാരൻ എഴുന്നേറ്റ് പോയി ഒരു വലിയ വടിയെടുത്ത് ആ ഫാന് കറക്കുന്നു. എന്നാൽ അവനിപ്പോൾ അവളുടെ അച്ഛനോട് നിങ്ങളുടെ മകളെ ഞാനൊരു രാജ്ഞിയെ പോലെ നോക്കുമെന്ന് പറഞ്ഞതും മുകളിൽ നിന്നും വെള്ളം ലീക്കായി അവളുടെ മേലേക്ക് വീണു. നടന്ന കാര്യങ്ങളെല്ലാം അവളുടെ അച്ഛൻ ഇപ്പോൾ അവളുടെ മുത്തശ്ശനോട് പറയുന്നു. മുത്തശ്ശൻ അതിനൊരു വഴിയുണ്ട്, അധികം വേഗാതെ അവനെ നമ്മുടെ വീട്ടിലേക്ക് വിളിക്കുമെന്ന് പറയുന്നു. അടുത്ത ദിവസം തന്നെ ആ പയ്യന്റെ കുടുംബം മൊത്തം അവളെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്നു. എന്നാൽ കരുതിയതുപോലെ ആ പയ്യനെ അവളുടെ വീട്ടിൽ ആർക്കും ഇഷ്ടമായില്ല. എന്നാൽ ഈ സമയം അവന്റെ അച്ഛൻ ഞങ്ങളൊരു വലിയ പരമ്പരയിൽപ്പെട്ടതാണെന്ന് പറഞ്ഞതും ആ പെൺകുട്ടിയുടെ മുത്തശ്ശൻ മറ്റൊന്നും ആലോചിക്കാതെ ആ കല്യാണത്തിന് ഓക്കെ പറഞ്ഞു.